നമസ്കാരം. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് കേൾക്കുകയാണ് ഇ ഡി. ഇതിനെന്താ ഒരു തീരുമാനമാകാത്തത്? എന്തുകൊണ്ട് തീരുമാനമാകുന്നില്ല ഇതിനത്? പിണറായിയുടെ മകളെ അറസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ പറയുന്നതല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒരു മണിക്കൂറെങ്കിലും അവരെ ഒന്ന് ജയിലിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കോൺഗ്രസ്സുകാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ആഭ്യന്തരമന്ത്രിയായ രമേശിനോടാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത്. അവിടെ കിടന്ന് അത്ര അടി വെച്ചിട്ട് ആ 3 വണ്ടി അടിച്ച് പൊളിച്ചിട്ടും ഈ രമേശിൻ്റെ പോലീസ് എന്താ നോക്കി നിന്നത്? അപ്പോൾ ഇപ്പോഴും പിണറായി തന്നെയാണ് ആഭ്യന്തരമന്ത്രി അല്ലേ? നിങ്ങൾക്ക് അവിടെ ഒരു റോളും ഇല്ല. ശരിയാണോ പറയുന്നത്? ശരിയാണോ പറ. നിങ്ങൾക്കൊക്കെ ജനങ്ങളുടെ മുന്നിൽ പെർഫോമൻസ് കാണിക്കാണ്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളെന്താ ചെയ്യാത്ത എന്താ? ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പൊസിഷൻ ഇരിക്കുന്നത്? എന്തിനാ രാജിവെച്ചിറങ്ങി പോവും, വേറെ കഴിവുള്ള ഇരിക്കട്ടെ. ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നിങ്ങളൊന്നും അറിയണ്ട, ഞങ്ങളറിഞ്ഞല്ലോ. രാവിലെ 6 മണി തൊട്ട് അവിടെ ട്രെയിൻ നടക്കുന്ന വരും, എന്നാലും നിങ്ങളറിഞ്ഞില്ലേ? ഈ സമയത്ത് അവിടേക്ക് വേണ്ടിയിട്ട് പോലീസിനെ അവിടെ അറേഞ്ച് ചെയ്യണ്ടേ? അവിടെ പ്രതിഷേധം നടക്കുമെന്ന് അറിയാൻ മേലേ? അവർ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയതാണ്, മുൻകൂട്ടി പ്ലാൻ ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു 8 മണിയോട് കൂടി അവിടെ ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞല്ലോ പിണറായിയുടെ വസതി മൊത്തം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല അല്ലേ? അവിടെ പ്രശ്നം ഉണ്ടാകുന്നു. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങളെ ജോലി നിങ്ങൾ ചെയ്യുക കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കേസ് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ വീതം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അത് പേടിച്ചിട്ടാണോ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കസ്റ്റഡിയിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആവശ്യങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ തന്നെ പേടിക്കുന്നതിന്. കറുത്ത അങ്ങനെ പലർക്കും പൈസ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എനിക്കും തന്നു കാണുമായിരിക്കും. അതിന് എന്നാ ചെയ്തോ? എന്നാ പണമുള്ളൊരു യൂസഫിൽ തന്നെ എത്ര പേരെ സഹായിക്കുന്നു? ഇവരൊക്കെ സഹായിക്കുന്നവരല്ലേ? അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചു. എൻ്റെ വീട്ടിലെ പ്രശ്നം, അല്ലാതെ പ്രശ്നം, എൻ്റെ മോൾക്ക് അഡ്മിഷൻ വേണം, ഇതൊക്കെ പറഞ്ഞു വല്ലതൊക്കെ അല്ല എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ മേടിച്ചു. ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ കരിമണൽ ഇതിൻ്റെ പ്രശ്നത്തിന് ഇൻലീഗലായിട്ട് എടുത്തതിൻ്റെ പേരിലാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയ്ക്ക് ഇവർക്ക് മാസം പടി കൊടുത്തത്. പക്ഷേ അതിന് ആക്ഷൻ എടുക്കണം. അതിനെന്തായാലും ആക്ഷൻ എടുത്തേ പറ്റൂ. അതിന് ഈ ഗുണ്ടകൾ കിടന്ന് എന്തിനാണ്? ഈടെ ജോലി ചെയ്യട്ടെ. അതിന് ഇവരെന്തിനാ തടസ്സപ്പെടുത്തുന്നത്? എന്തിനാ? അത് വലിയ കുറ്റമാണ്. ഇപ്പം 100-300 പേര് കേസെടുത്തു. ഇനി ഇവരൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ് കളി, അത് ഇഡിയോട്. ഇവർ വിചാരിച്ച് ഇന്നും പിണറായി വന്ന് ഞങ്ങളെ ഇറക്കുമെന്ന് വിചാരിച്ചാൽ ഇവർ അവിടെ കിടന്നുകൊണ്ട് അടിവെച്ച കാറൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. എത്ര നിസ്സാരം. അല്ലാണ്ട് സ്വന്തം മുതൽ അങ്ങോട്ട് അടിച്ചുണ്ടാക്കിയ മാതിരിയാണല്ലോ ഇവരുടെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ. വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് അത്. ചൊവ്വേന്നേരം അവരെ ഒന്ന് സേഫായിട്ട് വിടാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ പറയുന്നത്, ഈ രീതി പോയാൽ ഇപ്പോഴും ഈ പോലീസെല്ലാം പിണറായിയുടെ കീഴിലാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഓരോ രീതികൾ കണ്ടിട്ട് ഇതുവരെ രമേശിന് അവർക്ക് പേടിയൊന്നുമില്ല, പിണറായിയെ പേടി. പാർട്ടി ഓഫീസിൽ പോയി കാല് പിടിക്കുന്നു പാർട്ടിക്കാരുടെ. വല്ല കാര്യമുണ്ടോ? അവിടെ കയറി കംപ്ലീറ്റ് ആൾക്കാരെ പൊക്കണം. ആ ബ്രിട്ടാസിനെ അടക്കം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. ബ്രിട്ടാസിനെ അടക്കം. അവനാണ് ഈ ഗുണ്ടകളെ സംരക്ഷിക്കുന്നത്. അവനെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾക്കിപ്പോൾ ഒരു പേടിയുണ്ട് ഇനിയിപ്പം അന്വേഷണം വന്നാൽ നിങ്ങളുടെ ഭാഗത്ത് വരുമെന്നുള്ളത്. അത് നിങ്ങളുടെ വക്കീലിൻ്റെ കഴിവിരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. ആളെ തന്നെ എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ പേരിലൊന്നും കേസ് വരാൻ ഉള്ള ചാൻസ് കുറവാണ്. കാരണം ഞങ്ങൾ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ വേറെ ആവശ്യത്തിന് മേടിച്ചതാണ് എന്ന് പറഞ്ഞാൽ പോരെ. കറുത്ത ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ തന്നു. അതിനിപ്പോൾ എന്നാ? വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വല്ല പാർട്ടി ഫണ്ടിലേക്കോ ഒക്കെ പൈസ കൊടുക്കും. അത് അത്ര വലിയ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. പക്ഷേ പിണറായി വിജയൻ്റെ മകളുടെ കാര്യം അങ്ങനെയല്ല. അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിലാണ് അവരെ ഇപ്പം അന്വേഷണം വന്നിരിക്കുന്നത്. എല്ലാ കേസുകളും പൊക്കി പിണറായിയുടെ കംപ്ലീറ്റ് സ്വത്ത് പിടിച്ചെടുക്കണം. അങ്ങോട്ട് കേരളത്തിൻ്റെ കടം വീട്ടണം. അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ. അല്ലാണ്ട് അവരുമായിട്ട് ഒരു ഒത്തുകളി നടത്തുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. പക്ഷേ ഇത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട. ആഭ്യന്തരം വളരെ വീക്കാണ്. കയറിയതേ ഉള്ളൂ, കയറിയപ്പോഴേ കല്ലുകടിയാണ്. അതുകൊണ്ട് നന്നായിട്ടൊക്കെ നടത്തുക. എന്നാൽ പിന്നെ പിണറായി വിജയനെ തന്നെ അങ്ങ് ഇരുത്തിയാൽ മതിയായിരുന്നല്ലോ. പുള്ളിയെ മാറ്റി നിങ്ങളിവിടെ കയറ്റി ഇരുത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കുക. പിണറായിയുടെ കീഴിൽ നിന്നുള്ള പോലീസിനെ നിങ്ങളുടെ കീഴിലേക്ക് ആക്കുക. നിങ്ങൾ പറയുന്ന മാത്രം കേൾക്കുന്ന പോലീസിനെ മതി ആഭ്യന്തരമന്ത്രി പറയണം. ആഭ്യന്തരമന്ത്രി അല്ലാണ്ട് ഇപ്പോഴും പഴയ രീതിയിലാണ് ഇപ്പോഴും പോകുന്നത്. ഇത് കാണുമ്പോൾ ഒരു വിഷമം. ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ ഇതിനു വേണ്ടിയിട്ടല്ല കേട്ടോ.
അത് ഓർത്തോണം ആദ്യം.